ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണം. രാവിലെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ എന്താ പറയുക, സാധാരണ രാവിലെ എണീറ്റ് ഡെന്നൂസിനായിട്ടൊരു ഗുസ്തിയെ കഴിഞ്ഞാണ് പോകുന്നത്. ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് അവൻ്റെ കാലിൽ തൂങ്ങിക്കിടന്ന് എന്താ പറയുക ബഹളമായിരിക്കും. അപ്പം ഇന്ന് എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഓഫീസിൽ പോകുന്ന വരെയുള്ള എൻ്റെ ഒരു തിരക്കിട്ട ദിവസം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഈ അപ്പത്തിൻ്റെ മാവ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അപ്പം അരച്ച് വെച്ചു. അപ്പം സൂപ്പറായിട്ട് പൊങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ നമുക്ക് പതുക്കെ ഡെന്നൂസിൻ്റെയും റോബീനെയും പോയി നോക്കാം. സാധാരണ റോബിയാണ് എന്നെക്കാളും മുൻപ് എണീക്കുന്നത് കേട്ടോ. കാരണം റോബിക്ക് നേരത്തെ ഓഫീസിൽ കയറണം. റോബിയുടെ ഓഫീസ് ടൈമിംഗ് എന്ന് പറയുന്നത് 8 മണിയാണ്, എനിക്ക് 9 മണിയാണ് കേട്ടോ. അപ്പം റോബിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഡെന്നൂസിനെ സ്കൂളിൽ ചേർക്കാൻ പോവാണ് KG1. അപ്പം സ്കൂളിൽ പോയിട്ട് കുറച്ച് പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. സാധാരണ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ രാവിലെ വെയിറ്റ് നോക്കും. ഇപ്പം എൻ്റെ വെയിറ്റ് ഒരു 68 ആയിട്ടുണ്ട്. ഒരു 66 നിന്ന് 68 ആയിട്ടുണ്ട്. ഒന്ന് കുറഞ്ഞായിരുന്നു, പിന്നെയും പതുക്കെ ഒന്ന് കൂടി. അപ്പോൾ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കും. ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളിൽ എനിക്ക് വെയിറ്റ് കുറയും. രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ വെയിറ്റ് കൂടും. നെക്സ്റ്റ് ഡേയിലേക്ക് ഒരു 400-300 ഗ്രാംസ് കൂടിയിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ്ലി ഞാൻ രാത്രിയിൽ ഭക്ഷണം കഴിക്കാണ്ട് ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഒരു 200 ഗ്രാം വെച്ച് വെയിറ്റ് കുറയാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മെയിൻ ചടങ്ങിലേക്ക് കടക്കാം. അപ്പം രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മളൊക്കെ എന്ത് കൂറകളാണല്ലേ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു മാജിക്ക് കാണിച്ചു തരാം. രാവിലെ റെഡി ആയിക്കഴിഞ്ഞ് എൻ്റെ ലുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുടി ഇന്നലെ രാത്രി കഴുകിയിരുന്നു. അപ്പം വാഷ് ചെയ്തിട്ട് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മുടി ഒന്ന് ചീകുക പോലും ചെയ്യാണ്ട്, ഒന്ന് കോം പോലും ചെയ്യാണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പോയി കിടന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. പക്ഷേ എനിക്കിച്ചിരി ഇത് ഞാൻ ഭയങ്കര പെട്ടെന്ന് ഈ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ വലിയ സീനാണ്. അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മേക്കപ്പും മുടിയും ഡ്രസ്സും എല്ലാം മാറി എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റും സെറ്റ് ചെയ്ത് വേണം എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ എനിക്കിനി ആകപ്പാടൊരു 35 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സാണ് മാക്സിമം ഉള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് മുടി, അപ്പോൾ ഞാനിങ്ങനെ ടൈം ഫിക്സ് ചെയ്യും കേട്ടോ. അതായത് ഹെയർ 10 മിനിറ്റ്, മേക്കപ്പ് 10 മിനിറ്റ്, അതുപോലെ പിന്നെ എനിക്ക് രാവിലെ കുറച്ച് റുട്ടീൻസൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് പ്ലാന്റ്സ്, കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതുങ്ങൾക്ക് തീറ്റ കൊടുക്കണം. എൻ്റെ പ്ലാന്റ്സ് നോക്കി അവർക്ക് എല്ലാം ഓക്കെ ആണോ, ഇനി വെള്ളം വേണ്ടവർക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടൊക്കെയാണ് ഞാൻ രാവിലെ ഇറങ്ങുള്ളൂ ഗൈസ്. അപ്പോൾ ദേണ്ടേ ഞാൻ മുടി ഒന്ന് പടപടേന്നൊന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫിലിപ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സ്ട്രെയിറ്റ്നറാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു സ്ട്രെയിറ്റ്നറാണ് കേട്ടോ. ലൈക്ക് 7-8-9 വർഷമൊക്കെ ആയിട്ടോ ഈ സ്ട്രെയിറ്റ്നർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടേ നമുക്ക് ഈ മുടിയുടെ താഴത്ത് പതുക്കെ ഒന്ന് വളച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് വരും. എനിക്കിങ്ങനെ വട്ടി പോലെ ഇങ്ങനെ മുടി, അപ്പോൾ ഒരു ചൂല് പോലെ ഒക്കെ ആൾക്കാർ പറയാറില്ലേ, അങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ എൻ്റെ മുടി കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം നാട്ടിൽ പോയപ്പോൾ ഞാൻ റീബോണ്ട് ചെയ്തതായിരുന്നു, ലൈക്ക് സ്ട്രെയിറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഒന്ന് പകുതി വരേക്കൊന്ന് സ്ട്രെയിറ്റ് ഉണ്ട്, ബാക്കിയത്തേക്ക് ഒന്ന് നീണ്ടു വന്ന് തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുടിയുടെ മേളിൽ നോക്കി അറിയാൻ പറ്റും. എനിക്ക് ഭയങ്കര കേർലി ആയിട്ടുള്ളൊരു ഹെയർ അല്ല. എനിക്ക് ആക്ച്വലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള, കുറച്ച് റഫായിട്ടുള്ള, ഭയങ്കര സ്മൂത്തല്ല എൻ്റെ ഹെയർ, കുറച്ച് റഫ്. ഡിപ്പെൻസ് ഓൺ ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മുടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മേക്കപ്പിലേക്ക് കിടക്കാം. ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു. അങ്ങനെ പടപടപടയെന്ന് എനിക്ക് രാവിലെ എല്ലാം ചെയ്യണം ഗൈസ്. എനിക്ക് കുറേ സമയമൊന്നും രാവിലെ ഇല്ല. അതായത് റോക്കറ്റ് പോലെയാണ് രാവിലെ, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു. ഇതാണ് രാവിലത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതേണ്ടേ ഞാൻ പതുക്കെ നമ്മുടെ ക്രീമൊക്കെ ഇട്ടു. ബാക്കി വന്ന ക്രീമും സൺസ്ക്രീനൊക്കെ നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് ഇപ്പം നോക്കിക്കോ, മാജിക്. അപ്പോൾ ഇതാണ് എൻ്റെ മാജിക് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ സാധാരണ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാണ് മേക്കപ്പ് ചെയ്യുന്നത്. ചില സമയത്തുണ്ടല്ലോ എനിക്ക് ചിലപ്പം ഇങ്ങനെ കളേർഡ് ആയിട്ടുള്ള കാജൽസൊക്കെ ഇടാൻ തോന്നും, ഐലൈനേഴ്സൊക്കെ. സോറി ഗൈസ്, രാവിലെ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ കുറച്ച് പ്രാന്തുകളൊക്കെ ഉണ്ട്. സമയമില്ല എങ്കിലും ഞാനിങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഗോഷ്ടി കാണിക്കുന്നത് ഇപ്പം അല്ല, പണ്ടേ മുതൽ എനിക്കൊരു സ്വഭാവമാണ്. അപ്പോൾ ഇന്നിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കാം. ഇന്നിപ്പം എന്തോ നല്ലൊരു ദിവസമാണ്. സോ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് എന്താ പറയുക, ജസ്റ്റ് ഡാൻസ് ഇറ്റ് ഔട്ട് അങ്ങനെ. അപ്പം ഞാൻ സാധാരണ ഉണ്ടല്ലോ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാണ് മേക്കപ്പ് ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ കളേർഡ് കാജൽ അല്ലെങ്കിൽ കളേർഡ് ഐലൈനേഴ്സ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഇട്ട് കഴിഞ്ഞ് മേക്കപ്പൊക്കെ ഇട്ട് ചിലപ്പോൾ ഞാനൊരു പിങ്ക് കളർ അല്ലെങ്കിൽ സോറി ഗൈസ്, പിങ്ക് അല്ല, റെഡ് കളർ ഐലൈനറൊക്കെ ഉണ്ട്, മെറൂൺ കളർ. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ചിലപ്പം ഒരു പച്ച ഉടുപ്പിട്ട ഒരു ഭംഗി ഉണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ പിന്നീട് ഇടുക ചെയ്യുന്നത് കേട്ടോ. ഫൗണ്ടേഷനൊക്കെ വേണമെങ്കിൽ ഇടാം, പക്ഷേ എന്നാൽ ഞാൻ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാണ് ഫൗണ്ടേഷനൊക്കെ ഇടുന്നത്. കാരണം വെറുതെ നമ്മൾ ഡ്രസ്സിലൊക്കെ ആക്കണ്ടല്ലോ. അപ്പോൾ രാവിലെ നല്ല പുട്ടിയടിയാണ് ഗൈസ്, ആരും എന്നെ കളിയാക്കരുത് കേട്ടോ. ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഡെന്നും റോബിയും പതുക്കെ എണീറ്റിട്ടുണ്ട്. എനിക്ക് അവിടുന്ന് സൗണ്ട് കേൾക്കാം. അപ്പോൾ രാവിലെ ഞാൻ റോബി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഡെന്നൂസിനെ കൊണ്ട് പോകണമെന്ന്. കാരണം രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ ഞാൻ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ ലേറ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഓഫീസിൽ വി ആർ പ്രൊഫഷണൽസ്, നമുക്ക് ഓൺ ടൈം കയറണം. ലേറ്റായി കഴിഞ്ഞാൽ വലിയ സീനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെന്നൂസിനെ കാണാതെയൊക്കെയാണ് രാവിലെ ഇറങ്ങാറ്. ചില ദിവസങ്ങളിൽ അവനെ ഞാൻ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് മമ്മിയുടെ അവിടെ കൊണ്ടൊക്കെ കിടത്തും. അപ്പം മമ്മിയുടെ പപ്പയുടെ ഫ്ലാറ്റ് ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഒരു ഫ്ലോറിലാണ് താമസിക്കുന്നത്. അവർ വേറൊരു ഫ്ലാറ്റിലും നമ്മൾ വേറെ ഫ്ലാറ്റിലുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവനെ പതുക്കെ എണീപ്പിക്കാണ്ട് ഉറക്കത്തിൽ നിന്ന് അങ്ങനെ തന്നെ കൊണ്ടുപോയി അവരെ കിടത്താറുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ അവനൊരു 7:15 ആകുമ്പോൾ എണീപ്പിച്ചിട്ട് ഞാൻ പതുക്കെ അവനെ ഒന്ന് ചീറപ്പൊക്കെ ചെയ്തിട്ട് എന്താ പറയുക അവിടെ കൊണ്ടുപോയാക്കും. എന്നാലും ഭയങ്കര ബഹളമാണ് ഗൈസ്. അപ്പോൾ രാവിലെ റോബി പറയുന്നത് അവനെ കൊണ്ട് സ്കൂളിൽ പോകണോ എന്നാണ്. അപ്പം ഞാൻ റോബി എടുത്ത് ഇപ്പം നിങ്ങൾ ഈ ചുണ്ടരക്കുന്ന കാണാൻ പറ്റുമായിരിക്കും. അവനെ റോബി കൊണ്ടുപോക്കോ, അതിന് മുമ്പ് അവനെ ബ്രഷൊക്കെ ചെയ്യിച്ച് ഒന്ന് ചീറപ്പൊക്കെ ചെയ്ത് കൊണ്ടുപോകാനാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, അവന് പോയിട്ട് അവൻ്റെ സ്കൂളിലെ എന്താ പറയുക ഫീസും കാര്യങ്ങളൊക്കെ അടച്ച് പേപ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. നോക്കട്ടെ. ഏയ് ബൈ ഡിന്നു. ബൈ. You are in my shoes. Where are you going? Where are you going? You going to school? Yeah. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡെന്നും റോബിയും കൂടെ പോയിട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, എനിക്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യാൻ ആഗ്രഹം. ഇന്ന് ഞാൻ ബ്ലാക്ക് അല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പം എന്താ പറയുക, കുറച്ച് സട്ടിലായിട്ട് ലൈക്ക് ഭയങ്കര സോഫ്റ്റായിട്ട് ഐലൈനറും കാജലും ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് നമ്മുടെ ഐ ഷാഡോ ഉണ്ടല്ലോ, ഐ ഷാഡോ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് വരില്ലേ, ലൈക്ക് പ്രോബ്ലി നമ്മുടെ ആ ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡായിരിക്കാം. നമുക്കിനി ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്കും ഓക്കെ. അതായത് കുറച്ച് നമ്മുടെ എന്താ പറയുക അടിയിലെ ഒരു പൊടിക്ക് നമ്മൾ ജസ്റ്റ് കാജലിട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മുടെ വാട്ടർ ലൈൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. കാരണം എനിക്ക് കുറച്ച് വലിയ കണ്ണാണ്. അപ്പം എനിക്ക് അകത്ത് എഴുതിയില്ല, ഞാൻ ജസ്റ്റ് പുറത്ത് മാത്രമാണ് ഇടുന്നതെങ്കിൽ എൻ്റെ കണ്ണ് ഭയങ്കര വലുതായിട്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പറയുക പതുക്കെ ഒന്ന് വാട്ടർ ലൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഐ ഷാഡോ വെച്ച് തന്നെ എന്താ പറയുക പതുക്കെ ഒന്ന് ഈ നമ്മുടെ ഐലൈനർ എഴുതും പോലെ തന്നെ ജസ്റ്റ് മേളിലും താഴെ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഈ ഹൈലൈറ്റർ ഇല്ലേ, ഹൈലൈറ്റർ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ ഹൈലൈറ്ററാണ്. അപ്പം ഹൈലൈറ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര സറ്റിൽ ഫീൽ വരും. അപ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു കോർണറില്ലേ, ഇന്നർ കോർണറിൻ്റെ സൈഡിൽ താഴ്ത്തി ഞാൻ പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഒരു ഷൈനി ഫീൽ പോലെ വരും. ആൻഡ് ദാറ്റ് ലുക്സ് റിയലി ഗുഡ് ഗൈസ്, ഐ എം സീരിയസ്. അത് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് മേക്കപ്പാണ് കേട്ടോ. അധികം സമയം എടുക്കത്തില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക, ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മേബിലിൻ്റെ ഒരു പാലറ്റാണ്. ഇത് വന്നിട്ട് നമ്മുടെ ചീക്ക് ഒരു ഡ്യുവോ അല്ലെങ്കിൽ ട്രയോ പാലറ്റ് എന്ന് പറയും. പക്ഷേ ഇതിപ്പം ഇല്ല ഗൈസ്, ഇപ്പം എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ പെർഫ്യൂമാണ്. അപ്പം ഇത് എൻ്റെ കുറേ പെർഫ്യൂമൊക്കെ എല്ലാം തീർന്നു കേട്ടോ. കുറേയൊക്കെ എടുത്ത് ഞാൻ ഇപ്പോൾ തീർന്ന കുപ്പികളൊക്കെ എടുത്ത് കളഞ്ഞു. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് വിക്ടോറിയ സീക്രറ്റ്സ്. അവരുടെ ബോഡി മിസ്റ്റ്, അവരുടെ ബോം ഷെല്ല് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അപ്പോൾ ഞാനിന്ന് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഞാൻ മൈക്രോവേവിനകത്തൊക്കെ കംപ്ലീറ്റ് അപ്പം പോയി ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ചിക്കൻ ചീത്തയാവത്തില്ല. ഒരു 2 to 3 days ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഞാനിപ്പോൾ രാവിലെ കഴിക്കാൻ പോകുന്നതും ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നതും സെയിം കറി തന്നെയാണ്. നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആക്കി കറി ഉണ്ടാക്കിയിട്ടൊന്നും എനിക്ക് രാവിലെ കുക്ക് ചെയ്യാനുള്ള ഗ്യാപ്പൊന്നും കിട്ടൂല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. റോബൻ രാവിലെ ഒന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ കഴിക്കാറുണ്ടായില്ല, പക്ഷേ ഇപ്പം ഞാൻ കഴിച്ചിട്ട് പോയാലാണ് എനിക്ക് സമയം കിട്ടുള്ളൂ. കാരണം ഓഫീസിൽ നമുക്ക് ക്ലയൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, രാവിലെ കഴിക്കാൻ പറ്റിയൊന്നും വരില്ല. ഫസ്റ്റ് അപ്പം ഒഴിച്ചു, ഫസ്റ്റ് അപ്പം ഫ്ലോപ്പായി നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിരിക്കുന്നത് കൊണ്ട് അപ്പം ഒന്ന് പതുക്കെ അതേ പോണു, പതുക്കെ ഒന്ന് ഫ്ലോപ്പായി. പക്ഷേ ഐ ആം എ ഗുഡ് കുക്ക് ഗൈസ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്വന്തമായിട്ട് നമുക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ. അപ്പം ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. കുക്ക് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ലൈക്ക് ഭയങ്കര റാൻഡം അല്ലെങ്കിൽ കോമൺ എന്താ പറയുക അതിനിപ്പം ഞാനിപ്പോൾ യൂട്യൂബൊക്കെ നോക്കി റെസിപ്പിയൊക്കെ ഉണ്ടാക്കി ഞാൻ ചെയ്യുന്ന ഒരാളാണ്. അല്ലാണ്ട് എനിക്ക് സ്വന്തമായിട്ട് റെസിപ്പീസൊന്നും കയ്യിൽ നിന്ന് അറിയത്തില്ല.
അങ്ങനെ കയ്യിൽ നിന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചിക്കൻ റോസ്റ്റ്, പിന്നെ അങ്ങനെ ബീഫ് കറി അങ്ങനെയൊക്കെയാണ്. പക്ഷേ റെസിപ്പി നോക്കി ഉണ്ടാക്കുന്നത് എനിക്കും റോബിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ചുവന്ന പാത്രത്തിലാണ് കേട്ടോ ഞാൻ എന്താ പറയുക അപ്പം കറിയും കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം എനിക്ക് രാവിലെ ഒരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. എൻ്റെ കോഫിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കിനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അപ്പം അങ്ങനെ ഐ എം സോ സോറി, രാവിലെ കുറച്ച് ധൃതിയായിപ്പോയി. അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഞാനും ഷാലും പപ്പയും കൂടെയാണ് പോകുന്നത് രാവിലെ കേട്ടോ. അതെ അതെ, പോയോ? എന്താ എത്ര നേരം ഞാൻ കാത്തിരുന്നു. പാട്ട് പാടാം. അപ്പം ഞാൻ രാവിലെ എൻ്റെ ഓഫീസിലേക്ക് ചെയ്തൊരു മേക്കപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അതേണ്ട ഇതാണ് ഞാൻ ഇന്ന് ഇട്ട എൻ്റെ ഒരു അറ്റയർ എന്ന് പറഞ്ഞാൽ. എനിക്ക് സ്വന്തമായിട്ട് ഇതൊന്നും എടുത്ത് കാണിക്കാൻ പറ്റില്ല. ഐ വാസ് ലൈക്ക് ലിറ്ററലി ബിസി ഇൻ ദ മോർണിംഗ്. ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഓഫീസിൽ കയറുമ്പോഴേ ഇങ്ങനെ ഇളിച്ചുകൊണ്ടാണ് കയറുന്നത്. അപ്പോൾ എന്നെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ചിരിക്കും. അതാണ് അവസ്ഥ ഗൈസ്. അപ്പം അങ്ങനെ ഓഫീസിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയത്തെ പണികളിലേക്ക് കിടക്കാം. സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട് ഗൈസ്.